ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ ഇതിൽ വന്നു കഴിഞ്ഞിട്ട് ധാരാളം കണ്ടോ നന്നായിട്ട് പൂക്കളൊക്കെ ആയിട്ടുണ്ട്. ഇതിലെല്ലാം അത്യാവശ്യം നിറയെ ഫ്രൂട്ട്സുകളുണ്ട്. അപ്പോൾ ഈ മിറാക്കിൾ ഫ്രൂട്ട്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്കിപ്പോൾ ഒന്ന് പറിക്കാം. അത്യാവശ്യം നല്ല പഴുപ്പായിട്ടുണ്ട്. ഇത് കണ്ടോ. അപ്പം ഇതിൽ ധാരാളം ഫ്രൂട്ട്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിൽ കണ്ടു കഴിഞ്ഞിട്ട് ഇത് കണ്ടോ, ഇത് മുഴുവൻ പൂക്കളാണ്. എല്ലാത്തിലും ഫ്രൂട്ട്സ് വന്നു കഴിഞ്ഞിട്ട് ഒരുപാട് ഫ്രൂട്ട്സ് ഇപ്പോൾ ഇതിൽ വന്നു കഴിഞ്ഞിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല പഴുത്തിട്ടുള്ള ഫ്രൂട്ട്സാണ്. ഇനി ഇതാ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മൾ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് വായിലിട്ട് കഴിഞ്ഞിട്ട് ചെറിയ കുരുവായിരിക്കും. അപ്പോൾ ഇത് തുപ്പി കളഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വായിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നല്ല പുളിപ്പുള്ള നമ്മൾ നാരങ്ങ എടുത്താൽ പോലെ നല്ല തേനിൻ്റെ മധുരമായിരിക്കും. അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് മിറാക്കിൾ ഫ്രൂട്ട്സ്. ഇത് നമുക്ക് വീട്ടിലൊരു ഡ്രമ്മിലോ അല്ലെങ്കിൽ ചട്ടിയിലോ വേണമെന്നുണ്ടെങ്കിൽ ധാരാളമായിട്ട് വയ്ക്കാം. ഇപ്പം ഇതുപോലെ കണ്ടോ, ഇതൊരു ഡ്രമ്മിലാണ് നമ്മൾ ആകെ വെച്ചിരിക്കുന്നത്. അത്യാവശ്യം വലിയ പ്ലാന്റാണ്, നിറച്ച് ഫ്രൂട്ട്സ് ആണ് ഇതിൽ. അപ്പോൾ ഇതിൻ്റെ തന്നെ ചെറിയ തൈകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടോ, ഇതിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് ധാരാളം പൂക്കളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ധാരാളം കൊടുക്കാനുണ്ട്. അപ്പോൾ മിറാക്കിൾ ഫ്രൂട്ട്സ് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരു ചെറിയൊരു ഡ്രമ്മോ ചട്ടിയോ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് വളരെ ഭംഗിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ഫ്രൂട്ട്സാണ്. ഇനി ഇതൊന്ന് കഴിച്ചു നോക്കാം. ഇതുണ്ടോ, ഇത്രയേ ഉള്ളൂ. കഴിക്കുമ്പോൾ ചെറിയൊരു പുളിപ്പുണ്ടാവും. പിന്നെ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ കുരു അങ്ങോട്ട് തുപ്പി കളഞ്ഞു കഴിയുമ്പം എന്ത് സാധനം നമ്മൾ കയ്പുള്ളത് കഴിക്കുകയാണെങ്കിൽ പോലും നല്ല മധുരമായിരിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള പീപ്പിൾസ് മിറാക്കിൾ ഫ്രൂട്ട്സിൻ്റെ തൈ നമ്മുടെ വീട്ടിൽ വേണമെങ്കിൽ നമുക്കൊരു അലങ്കാരമായിട്ട് ഒരു ഭംഗിയായിട്ട് വയ്ക്കാൻ പറ്റും. കാരണം വീട് മുറ്റത്ത് ഒരു ചട്ടിയിലൊക്കെ ഉണ്ടെങ്കിൽ വയ്ക്കാൻ പറ്റും. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് വളർത്താം. ഭംഗിക്ക് ഭംഗിയായി, കുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കാൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു മിറാക്കിൾ ഫ്രൂട്ട്സ് കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ അതിന് കയ്പുണ്ടെങ്കിൽ പോലും നല്ല മധുരമായിരിക്കും. ഓക്കെ, ബൈ.